എത്ര മനോഹരമാണ് ഈ റോസാപ്പൂവ്. പുലരിയിലെ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് മനോഹരമായി പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന ഈ റോസാപ്പൂക്കൾ നമുക്കെന്നും ഒരു പ്രചോദനമാണ്. ഈ റോസാപ്പൂവിൻ്റെ തുടക്കം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാണ്. ഇതിൻ്റെ തണ്ടുകൾ നിറയെ കൂർത്ത മുള്ളുകൾ. എങ്കിലും ഇതിൽ അവസാനമായി വിരിയുന്ന പൂവ് നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും കുളിർമയേകുന്നു. മനോഹരമായ ഈ പൂവിനെ നാം ദേവാലയത്തിൽ അർച്ചനയ്ക്കായി എടുക്കാറുണ്ട്. സുന്ദരിമാർ ഇത് ഈറൻ മുടിയിലണിഞ്ഞ് മുടിക്ക് അഴക് വർദ്ധിപ്പിക്കാറുണ്ട്. ഇതിലെ പൂന്തേൻ നുകരാൻ വണ്ടുകൾ വട്ടമിട്ട് പൂവിന് ചുറ്റും പറക്കാറുണ്ട്. ഇളം തെന്നലിലൂടെ ഈ പൂവിൻ്റെ സുഗന്ധം അന്തരീക്ഷത്തിൽ വ്യാപിക്കാറുണ്ട്. പ്രണയികൾ തങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി റോസാപ്പൂക്കൾ നൽകാറുണ്ട്. ഫെബ്രുവരി 7 റോസ് ഡേ എന്ന പേരിൽ ഒരു ദിനം തന്നെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നന്മയുടെ സുഗന്ധം പരത്താനും സുഹൃത ജീവിതത്തിൻ്റെ തേൻ നിറയ്ക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് റോസാപ്പൂക്കളെ പോലെ നമ്മുടെ ജീവിതവും ധന്യമാകുന്നത്. റോസാപ്പൂവിന് ഫെബ്രുവരി 7 എന്ന പോലെ നമ്മുടെ ജീവിതത്തെയും ഓർമ്മിക്കാൻ ഒരു ദിനം മാറ്റിവെക്കപ്പെടുന്നത്.